ആദ്യത്തെ സിനിമ ആകാശത്തിന് താഴെ എന്ന സിനിമയാണ്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ പ്രിയനന്ദനൻ എന്ന വലിയ പ്രതിഭയുടെ കീഴിൽ ആ ചലച്ചിത്ര കളരിയിൽ ചലച്ചിത്ര പഠനം കുറേയൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ ആദ്യ സിനിമ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ആദ്യത്തെ ചലച്ചിത്രം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വളരെ വ്യത്യസ്തമായൊരു ചലച്ചിത്രമായിരുന്നു. അപ്പോൾ ആദ്യ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിട്ടുള്ള അനുഭവമൊന്നുമായിട്ട് ആയിരിക്കില്ല നമ്മൾ ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. പ്രിയനന്ദനൻ എന്ന സംവിധായകനും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ സിനിമ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, സിനിമ നമ്മുടെ സിരകളിൽ ഓടുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ സർവകലാശാലയിലെ പഠനമൊന്നും ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആദ്യത്തെ സിനിമയിലെ സംവിധാന കളരി എങ്ങനെയൊക്കെയായിരുന്നു? സത്യം പറഞ്ഞാൽ സിനിമയിലേക്ക് പിടിച്ച് കൊണ്ടുവന്ന ഒരാൾ ആശാൻ പ്രിയനന്ദനൻ. അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അഭിനയിക്കാനാണ് പോയത്? അഭിനയിക്കാൻ ചാൻസ് കാരണം വെച്ചാൽ എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിൽ സിനിമയുണ്ട്, സിനിമ തന്നെയാണ് ലക്ഷ്യവും. അങ്ങനെയുള്ള സമയത്ത് സാഹിത്യ അക്കാദമിയിലുള്ള ആ സമയത്തും നമുക്കെങ്ങനെ ഡയറക്ടർമാരൊക്കെ നമ്മൾ പരിചയപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു ഡയറക്ടറാണ് പ്രിയേട്ടൻ. പ്രിയേട്ടനോട് ഒരു സിനിമയ്ക്ക് ചാൻസ്, ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടെങ്കിലും ചാൻസ് തരണമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ചോദിച്ചതാണ്. ആ ചോദ്യം ഞാൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ എന്നെ കൂടെ നിർത്താനായിട്ട് പ്രിയേട്ടൻ പറഞ്ഞു, നിനക്ക് എന്താണ് ആഗ്രഹം, അഭിനയിക്കണോ നിനക്ക് സംവിധായകനാണോ? അപ്പം ഞാൻ നോക്കിയപ്പോൾ ആണെങ്കിൽ ഒരു ദിവസം കൂടെ വെക്കാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് വലിയ റോളൊന്നും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് സിനിമയ്ക്കൊപ്പം സിനിമ പഠിക്കാനായിട്ടുള്ള. അങ്ങനെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളത് ശരിക്കും ഇതുവരെ ആൾ കൂടെയുണ്ട്. അങ്ങനെ ശരിക്കും പ്രിയേട്ടൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള സിനിമയ്ക്കൊപ്പം തന്നെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അത് പ്രിയേട്ടൻ പറയാതെ പറയുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആദ്യ സിനിമ തൊട്ട് അദ്ദേഹം നമ്മുടെ ഒരു ആത്മസുഹൃത്താണ്. നമ്മൾ ആശ എന്നുള്ളൊരു ബഹുമാനത്തോടൊപ്പം സുഹൃത്തുള്ള രീതിയിലൊക്കെ ആള്. പിന്നീട് ആ സിനിമ എന്ന് പറയുമ്പോൾ ഒരു സമാന്തര സിനിമയുടെ എല്ലാ ഗുണങ്ങളും മികവുകളും ഉള്ളൊരു സിനിമയായിരുന്നു.